ഇത് നമ്മളെ രവിന്റെ വണ്ടിയാണല്ലോ. എല്ലായിടത്തും കഴിഞ്ഞു. എന്താ കുഞ്ഞാലിക്ക വിശേഷം? ഞാനും ഇങ്ങോട്ട് തന്നെ പോകുന്നു. എന്നെ മര്യാദയ്ക്ക് ജീവിപ്പിക്കില്ല എന്ന് ചിലരൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. പറ്റുമോന്ന് അറിയണ്ടേ? അത് നല്ല കാര്യം തന്നെ. ഇതിന്റെ ഉള്ളിൽ എന്താ കളി? നമുക്കും തലചായ്ക്കാൻ ഇടം വേണമല്ലോ. ഫസ്റ്റ് അമ്മായി കോളടിച്ച്. എന്താ നോക്കി പേടിപ്പിക്കുന്നത്? ആരും ഞാനോ? പറയാനുള്ളത് നേരിട്ട് പറയണ ചുണയുണ്ടെങ്കിൽ. ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. അത് ശരി, നിങ്ങൾ അത് ഏറ്റു പിടിക്കാൻ നടക്കാം. ഇങ്ങോട്ട് വന്നിട്ട് വല്ലതും തിന്ന് പോകാൻ നോക്കാം. 5 മണിക്ക് മുമ്പ് നിലമ്പൂർ എത്തിയില്ലെങ്കിൽ തടി നാളെ കയറ്റാൻ പറ്റുള്ളൂ. പുതിയ താമസക്കാരുണ്ടല്ലോ മോനെ. നമ്മുടെ രവിയല്ലേ? വിവരം ഉണ്ടോ എനിക്ക്? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വൈരാഗ്യം കൊണ്ട് പറയാന്ന് പറയും. അവൻ കേറിയിടം മുടിച്ചിട്ടേ ഇറങ്ങിയിട്ടുള്ളൂ. അറിയാമോ? ഞാൻ എന്റെ വീടിന്റെ ഒരു മുറി കൊടുത്തതിന് ശ്രീധരൻ എന്താ അത്ര ചൊറിച്ചില്? 2 പെൺകുട്ടികളില്ലേ ഇവിടെ? അവൻ ആരാ മോൻ അറിയോ? എന്റെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ശ്രീധരൻ എന്തിനാ വിഷമിക്കണേ? അമ്മായി, അവനെ നിങ്ങൾക്ക് അറിയില്ല. എനിക്ക് അവനെ അറിയാം, നിന്നെ അറിയാം. നിങ്ങൾ തമ്മിൽ വല്ല രസക്കേടം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോണം. എന്റെ കുടുംബത്തെ കാര്യം അന്വേഷിക്കാൻ നീ ആരാ? എന്റെ മൂത്ത മോനോ? ഇപ്പോഴെങ്ങനെ കിട്ടാനുള്ള കിട്ടിയല്ലോ. ഇനി സുഖമായിട്ട് ഊണ് കഴിക്കാലോ. എനിക്ക് വേണ്ട. പറയട്ടെ. എടോ, ഇതിന് താൻ അനുഭവിച്ചല്ലേ എന്നെ ഇങ്ങനെ വിളിച്ചോ? ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞ മാതിരിയായി. കിഴക്കുമാനത്തെ നിലാവുച്ചതിന് പട്ടിക്കെതിരാ മുറുമുറുപ്പ്. ആ കൊച്ചനോട് ഇത്ര കണ്ണുകടി പാടില്ല ഒന്ന് പറഞ്ഞു കൊടുത്തേ. അയ്യോ പാവം, മഹാപാവം. എന്തിനാ ഒരു മുറിയായിട്ട് കൊടുത്തേ? കൂടെ താമസിപ്പിച്ചൂടായിരുന്നു. കുഞ്ഞാലി, വരണ്ട നീ. വയറ് കരിഞ്ഞു മണം തുടങ്ങി. ഇനി എന്തി തിന്നിട്ട് പോവാ ശ്രീരേട്ടാ. വേറെ ഹോട്ടലുണ്ട് ഇവിടെ. അതല്ല, നിനക്ക് ഇവിടുന്ന് തന്നെ ചോറുണ്ടോണമെങ്കിൽ ഉണ്ടിട്ട് ഇവിടെ കിടന്നോ. കൂട്ടിന് ആ നായിനവരും ഉണ്ടാവും. അല്ലോ ചതിക്കല്ലേ. അന്ന് നായിന്റെ മോനും കുഞ്ഞാലും തീരെ ജോയിന്റ് ആവില്ല. അതിന് ഇവനെന്തിനാ വിഷമിക്കണമെന്ന് ഞാൻ ചോദിക്കണേ? ഇവൻ ആരാ? നാട്ടുകാർ മുഴുവൻ രക്ഷകർത്താവും. അസൂയ അത്ര തന്നെ. ഇപ്പൊ ഞാൻ മൂലം ഇവിടെ സീതയ്ക്കോ സുമതിക്കോ ഒരു പേര് ദോഷം ഉണ്ടായെന്ന് വെക്കുക. ഞാൻ മാന്യമായിട്ട് കല്യാണം കഴിക്കും. എന്തേ? ഇവനെ പോലെ വേറൊരാളുടെ തലയിൽ കെട്ടിവെക്കാൻ രവിക്ക് മനസ്സ് വരില്ല. നീ ഇതൊന്നും കേട്ടതായിട്ട് നടിക്കണ്ട. അവനോട് ഇടപെടാനും പോകണ്ട. നമുക്ക് നമ്മുടെ കാര്യം. അമ്മേ, ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് അങ്ങോട്ട് പറഞ്ഞാലെന്താ? അമ്മ, ഇവക്ക് ഒരു ദിവസം രവിയുടെ വീട്ടിൽ വന്ന് അച്ഛനെ അമ്മയൊക്കെ ഒന്ന് കാണണമെന്ന്. അതിനെന്താ, ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. എന്താ? അത് ശരി, കുളിക്കാൻ പോയിരിക്കായിരുന്നല്ലേ? ഞാൻ എവിടൊക്കെ നോക്കി. എന്തിനാ? അല്ല, രാവിലെ എഴുന്നേറ്റ് ഐശ്വര്യമുള്ള ഒരു മോകാണല്ലോ എന്ന് കരുതിട്ടാ. സീതയ്ക്ക് എന്താ എന്നോടൊരു വിഷമം? ഞാൻ സാധാരണ ലോറിക്കാരെ പോലൊന്നുമല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ തമാശ മതി. എനിക്ക് പോണം. ഞാൻ ഉപദ്രവിക്കൊന്നുമില്ല. ഇല്ലായ്മയെന്ന് വന്നവനാ ഞാൻ. ഇപ്പൊ ഈ നിലയിലെത്തിയത് എന്റെ മനസ്സിലെ നന്മ കൊണ്ടാ. സീതയെ കണ്ടതും എന്തോ എന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല, ഒരടുപ്പം. സീതയോട് പലതും എനിക്ക് പറയാനുണ്ട്. വഴി മാറുന്നുണ്ടോ? ദേഷ്യാണല്ലേ? ശരി, പോയിക്കോ. ഇറച്ചിക്കറി ഒന്നുകൊണ്ട് എടുക്കട്ടെ? മോളെ, അമ്മാവിന് ഒരു ഇറച്ചിയും കൂടെ കൊണ്ടു കൊടുക്ക. ഒരു മീൻ വറുത്തും കൂടെ കൊടുക്കണേ. ഞാൻ കാശ് അധികം എടുത്തിട്ടില്ല. എന്തിനാ കാശ്? രവിയുടെ അച്ഛൻ ഇഷ്ടാനുസരണം തരേണ്ടത് ഞങ്ങളുടെ കടമയില്ലയോ? അമ്മയെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? എനിക്ക് അവനൊന്ന് കണ്ടിട്ട് ഉടനെ പോണം. ഓ. അവൻ വരുമല്ലോ അല്ലേ? വരും. ഉച്ചക്ക് ഇവിടെ വന്നേ ഉണ്ണു. രവി വന്നല്ലോ. അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കും. ഇവിടുത്തെ വെപ്പും കാര്യങ്ങളും ഒക്കെ നോക്കുന്ന എവിടെ? നന്നായിട്ടുണ്ടോ? രവി അച്ഛൻ വന്നിട്ടുണ്ട്. എപ്പോ? അച്ഛൻ എന്തിനാ വന്നത്? അച്ഛൻ ഉണ്ണട്ടെ രവി, എന്നിട്ട് മതി വർത്തമാനം. ഒരാളുടെ വെപ്രാളം കണ്ടില്ലേ അമ്മേ? നീ ഓടിയോടുന്നു. ഇച്ചിരി ചോറ്. ചോറിങ്ങനെ ഉണ്ണാതെ ഷുഗർ ഉള്ളതാ. അയ്യോ, അച്ഛൻ ഉണ്ണട്ടെ, സമാധാനമായിട്ട് ഉണ്ണട്ടെ. നീ മുറിയിലോട്ട് പോ, അച്ഛൻ അങ്ങ് വരും. നീ ചോറ് വിളമ്പിക്കൊടു മോളെ. അച്ഛന്റെ നാട്ടിക്കാണോ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളത്? നാറാൻ പോണേ ഞാനാ. കുന്നംകുളത്തുനിന്ന് ആ പെണ്ണിന്റെ അമ്മ വന്നിരുന്നു. കല്യാണം ഉടനെ നടത്തണമെന്ന്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു. ഞാൻ എന്താ പറയണ്ടേ?
ഉടനെ നടത്താനൊന്നും പറ്റില്ല. നമുക്കൊരു സമയം വേണം. ഉടനെ നടത്താന്നും പറഞ്ഞു 30,000 രൂപ മുൻകൂർ വാങ്ങിയതോ? അതൊക്കെ ശരിയാ. ഞാനിപ്പോ വണ്ടി വാങ്ങിയല്ലേ ഉള്ളൂ. ഒരു നിലനിൽപ്പാവട്ടെ. അതുവരെ ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ വാങ്ങി അയച്ച് തിരിച്ചു കൊടുത്തേക്കാം. എവിടുന്ന് കൊടുക്കും? വണ്ടിയുടെ ബുക്കും പേപ്പറും വെച്ചാ 30,000 രൂപ ഈസി ആയിട്ട് കിട്ടും. അച്ഛനത് ശരിപ്പെടുത്തു. അപ്പൊ ആ കല്യാണം വേണ്ടേ? എന്റെ അച്ഛാ, ഇപ്പൊ ഒരു വണ്ടി വാങ്ങിയില്ലേ, ഇനി ഇതിൽ 4 കാശുണ്ടായാ ഇതിനേക്കാൾ നല്ല ബന്ധം നമുക്ക് കിട്ടും. പിന്നെ എന്തിനാ ചീക്കപ്പോർക്ക് വല്ലിരിക്കുന്ന ആ പെണ്ണ്? നീ എന്നെ കണ്ടവരുടെ തല്ല് കൊള്ളിക്കും. അച്ഛൻ വേഗം പോകാൻ നോക്ക്. ഇനി എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരണ്ട. മാസാമാസം എത്രയാന്ന് വെച്ചാ ഞാൻ അങ്ങോട്ട് അയച്ചു തന്നേക്കാം. പോരെ? മതി. എന്നാ വേഗം പോകാൻ നോക്ക്. ആ ചായക്കടക്കാരിയോട് ഒരു വാക്ക് പറഞ്ഞിട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ചെല്ലേ. അച്ഛനെവിടെ? പോയിട്ട് 100 കാര്യങ്ങളുണ്ടേ. അച്ഛൻ വല്ലതും ചോദിച്ചോ ഞങ്ങളെ പറ്റി? അച്ഛനെ അതൊക്കെ മനസ്സിലായിട്ടുണ്ട്. 2-3 പ്രാവശ്യം സുമതിയെ അടിമുട്ടി നോക്കുന്ന ഞാൻ കണ്ടു. ഞാനൊന്ന് സൂചിപ്പിക്കണം എന്ന് വിചാരിച്ചതാ സുമതിയുടെ കാര്യം. അയ്യോ, അതൊക്കെ ഞാൻ അമ്മയെ കൊണ്ട് പറയിച്ചോളാം. അങ്ങനെ ഇരുന്നോട്ടെ. ആള് മഹാശുണ്ടിക്കാരനാ. അച്ഛൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കും തോന്നി. ആരാത്? നിങ്ങൾ എന്ത് വൃത്തിയോടെ കാണിക്കുന്നത്? ഞാൻ ബഹളം വെച്ച ആൾക്കാരെ അറിയിക്കും. അറിയിച്ചു. സീത പറഞ്ഞിട്ടാ ഞാനിവിടെ വന്നെന്ന് പറഞ്ഞു. ഈശ്വര, ദേവി ഇതൊന്ന് പോകും. എനിക്ക് സീതയുടെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് പുറത്തു വരും. ആരും അറിയില്ല. എനിക്കൊന്നും കേൾക്കണ്ട. പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സ് പൊട്ടിപ്പോവും. സീത എനിക്ക് അത്ര ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ സ്നേഹിച്ചു പോയി. സീതയെ കണ്ടിട്ടാണ് ഞാനിവിടെ താമസിച്ചതാണ്. സീത എന്നെ വരക്കരുത്. ഞാനൊരു പാവാണ്. ദേവി ഇത് ഞാൻ ഇവിടെ എങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞു കൂടിക്കോട്ടെ. എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ സീതയെ വിവാഹം കഴിക്കാം. എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? നാശം. പോകുന്നുണ്ടോ ഇവിടുന്ന്? ഞാൻ പോവില്ല. എന്ത് കഷ്ടാണ് ഈശ്വര. സീതേ, 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 സീതേ. സുമതി എന്തൊരു ഉറക്ക ഇത്? എന്ത് പണിയരുത് വേട്ടാ. ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ രാത്രി എന്നെ ഒന്ന് വിളിക്കരുതെന്ന്. രാത്രി ഞാൻ ഇറങ്ങി വരുമെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. ഓ, അത്ര വലിയ ഗമയാണ് വേണ്ട.